ഗ്ലോക്കോമ ചികിത്സയുടെ ഏത് ഘട്ടത്തിലാണ് നമുക്ക് ഈ രോഗിക്ക് ശസ്ത്രക്രിയ വേണ്ടി വരും എന്ന് ഒരു ഡോക്ടർ നിശ്ചയിക്കുന്നത്? നിലവില് ഗ്ലോക്കോമ എന്ന അസുഖത്തിന് ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ട് ഒരേ ഒരു പ്രിൻസിപ്പിളേ ഉള്ളൂ. കണ്ണിന്റെ ഉള്ളിലെ പ്രഷറിനെ വേണ്ടോളം കുറയ്ക്കുകയാണ്. അപ്പൊ ഈ പ്രഷർ കാരണം കണ്ണിന്ന് തലച്ചോറിലേക്ക് പോകുന്ന ഞരമ്പ്, ദാറ്റ് ഇസ് കോൾഡ്, അതിനെ ഓപ്റ്റിക് നെർവ് എന്നാണ് പറയാം, ആ ഞരമ്പിന് എത്രത്തോളം ഡാമേജ് ഉണ്ടായി, അതാണ് നമ്മുടെ പ്രധാന മാനദണ്ഡം, എത്ര പ്രഷർ കുറയ്ക്കണം എന്നുള്ളത്. അപ്പോ സാധാരണയായി നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത് തുള്ളിമരുന്ന് ഉപയോഗിച്ചിട്ടും വേണ്ടവോളം നമുക്ക് പ്രഷർ കുറയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഓപ്പറേഷനിലേക്ക് പോകും. പിന്നെ രാധാരമണൻ സാറ് പറഞ്ഞ പോലെ പേഷ്യന്റ് സംബന്ധമായ കുറെ കാരണങ്ങളുണ്ട്. പേഷ്യന്റ് സമയത്തിന് മരുന്നൊഴിക്കുന്നില്ല, അല്ലെങ്കിൽ പേഷ്യന്റ് അസുഖത്തിന്റെ പ്രാധാന്യം മനസ്സിലാവുന്നില്ല, അത് കാരണം മരുന്ന് ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ പേഷ്യന്റ് മറവി രോഗിയാണ്, അല്ലെങ്കിൽ മറ്റസുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ തുള്ളി മരുന്നിന് അലർജി ഉണ്ട്, അല്ലെങ്കിൽ പേഷ്യന്റ് വളരെ വിദൂരമായ പ്രദേശത്താണ് താമസിക്കുന്നത്, ഇടയ്ക്കൊന്നും വന്ന് കണ്ണിനെ കാണിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ സാമ്പത്തിക ശേഷി കുറവാണ്. ഈ പേഷ്യന്റ് സംബന്ധമായ കാരണങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ആദ്യം തീരുമാനിക്കുക. വേറെ ഒരു സിറ്റുവേഷൻ ചികിത്സിക്കുന്ന ഡോക്ടറുടെ ക്ലിനിക്കൽ ജഡ്ജ്മെന്റും കൂടി തീരുമാനിക്കും ഓപ്പറേഷൻ ചെയ്യാനാണ് നല്ലത് എന്നുള്ളത്. ഉദാഹരണത്തിന് കണ്ണിന്റെ ഉള്ളിലെ പ്രഷർ വളരെ കൂടുതലായിട്ട് പ്രസന്റ് ചെയ്യുന്ന ചില ഗ്ലോക്കോമാസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മൾ പ്രഷറിനെ കുറയ്ക്കാൻ വേണ്ടി ആദ്യം മരുന്ന് കൊടുത്തിട്ട് നോക്കാം. അങ്ങനെയൊന്നും ചെയ്യുന്നതിനേക്കാൾ നല്ലത് ആദ്യം തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നതാണ്. രണ്ടാമത്, ചില പേഷ്യൻസിൽ ഗ്ലോക്കോമ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക ഗ്ലോക്കോമ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ പേഷ്യൻസിലും നമുക്ക് മരുന്ന് ഒഴിച്ചിട്ട് പരീക്ഷിച്ച് നോക്കാൻ പറ്റില്ല. അവരെയും നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് ആണ് ചികിത്സിക്കേണ്ടത്.